നമസ്കാരം. ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ദേശീയപാതയിൽ ഞായറാഴ്ച രാവിലെ 8:50 വിമാനത്താവള ജംഗ്ഷന് സമീപം തുറക്കലിലാണ് ഈ വലിയ അപകടമുണ്ടായത്. പാലക്കാട്ടു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സന ബസ്സാണ് കത്തി നശിച്ചത്. ഓടുന്നതിനിടെ എഞ്ചിനിൽ തകരാറുള്ളതായി അനുഭവപ്പെട്ട ഡ്രൈവർ ബസ് റോഡരികിൽ നിർത്തി അടിഭാഗം പരിശോധിക്കുകയായിരുന്നു. പുക ഉയരുന്നത് കണ്ട് ഉടൻ യാത്രക്കാരെ പുറത്തിറക്കാൻ ശ്രമവും നടത്തി. ചൂടേറ്റ് എയർ ഡോറുകൾ പെട്ടെന്ന് തുറക്കാനാവാത്ത വിധം അടഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. ജീവനക്കാരും യാത്രക്കാരും ബലം പ്രയോഗിച്ച് വാതിലുകൾ തള്ളി തുറക്കുകയായിരുന്നു. 40-ലേറെ യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം പൂർണ്ണമായും തീ വിഴുങ്ങിയ ബസ് അരമണിക്കൂറിലേറെ ആളിക്കത്തുകയും ചെയ്തു. മലപ്പുറത്ത് നിന്നും മീൻചന്തയിൽ നിന്നും ഓരോ യൂണിറ്റ് അഗ്നിരക്ഷ സേന എത്തി അരമണിക്കൂറോളം പരിശ്രമിച്ചിട്ടാണ് തീ അണച്ചത്. വലിയ ശബ്ദത്തോടെ ടയറുകൾ പൊട്ടിത്തെറിച്ചത് വലിയ ആശങ്കയും പടർത്തിയിരുന്നു. ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതാണ് വലിയ രക്ഷയുമായത്. പരിശോധനയിൽ ബസ്സിനുള്ളിൽ ഉപയോഗിക്കാതെ കിടന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷർ കണ്ടെത്തി. പുക കണ്ട ഉടനെ ഇത് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ കിലോമീറ്ററോളം ഗതാഗതവും തടസ്സപ്പെട്ടു. എഞ്ചിൻ അമിതമായി ചൂടായതോ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടോ ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. മലപ്പുറം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സഞ്ജയന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം പ്രദീപ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ സുധീഷ്, കെ സി മുഹമ്മദ് ഫാരിസ്, അക്ഷയ് കുമാർ, അഭിഷേക്, വിജി, അനൂപ്, ശ്രീധർ, അഭിലാഷ്, ഹോംഗാർഡ് കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് തീ അണച്ചത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് MVI സുരേഷ് ബാബു സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനയും നടത്തി. തിങ്കളാഴ്ച വിശദമായ പരിശോധന നടത്തും.